ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിബ്രെ ഓഫീസിൽ എങ്ങനെയാണ് സം ഫോർമുല ഉപയോഗിക്കുന്നത് എന്നാണ്. 4 വ്യത്യസ്ത രീതിയിൽ നമുക്ക് സം ഫോർമുല ഉപയോഗിക്കാം. ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിബ്രെ ഓഫീസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കിതിന് ലിബ്രെ ഓഫീസ് ഓപ്പൺ ചെയ്യണം. ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വന്നതിന് ശേഷം ലിബ്രെ ഓഫീസ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ലിബ്രെ ഓഫീസ് കാൽക് എന്ന്. അത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഫോർമുല ചെയ്യുന്നതിന് വേണ്ടി ഓൾറെഡി ഒരു ഷീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ആ ഷീറ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ 4 വ്യത്യസ്തങ്ങളായിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എമൗണ്ടുകളെല്ലാം തന്നെ സെയിം ആണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാം തന്നെ സെയിം ആണ്. നമുക്ക് 4 വ്യത്യസ്ത രീതിയിൽ സം ഫോർമുല ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. അതിന് മുൻപ് ഒരു കാര്യം, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ സെൽ നമ്പർ. ഇത് C2, ഇത് C3, ഇത് C4, അവസാനത്തേത് C7 വരേക്കുമുണ്ട്. ഇത് അതേപോലെ E2 മുതൽ E7 വരേക്കും. ഇത് G, ഇത് I, എല്ലാം 2 മുതൽ 7 വരേക്കുമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തേത് നമുക്ക് ഈ കോളത്തിൽ ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈസിക്കൽ ടു അടിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് കോളം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്ലസ് രണ്ടാമത്തെ കോളം, പ്ലസ് മൂന്നാമത്തെ കോളം, പ്ലസ് നാലാമത്തെ കോളം, പ്ലസ് അഞ്ചാമത്തെ കോളം, പ്ലസ് ആറാമത്തെ കോളം, എൻ്റർ. ഇവിടെ ആൻസർ ഇവിടെ വന്നു കഴിഞ്ഞു, 490. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഈസിക്കൽ ടു സം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി ഇതിൽ ഫസ്റ്റ് കോളം ക്ലിക്ക് ചെയ്യുന്നു, കോമ, സെക്കൻഡ് കോളം, കോമ, തേർഡ് കോളം, കോമ, ഫോർത്ത് കോളം, കോമ, സിക്സ്ത് കോളം, കോമ, ലാസ്റ്റ് വൺ. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. അതും വന്നു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ഇതും ഇതിന് തൊട്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈസിക്കൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി ഇതിൽ ഫസ്റ്റ് കോളം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോളൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് കോളം, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഇതും വന്നു കഴിഞ്ഞു. ഞാൻ കാണിക്കാം. ഇനി ഇത് വേറൊരു ഓപ്ഷൻ കൂടെ നോക്കാൻ പറ്റും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഈസിക്കൽ ടു സം, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഇവിടെ നിന്നും ഇതുവരേക്കും ഡ്രാഗ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് കൊടുത്ത് എൻ്റർ അടിക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഈസിക്കൽ ടു
സബ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ 9 ലെറ്റർ നമ്പർ 9 കോമ ഇതേപോലെ തന്നെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് കോളൻ ഇത് I ആണ്, അതുകൊണ്ട് I2 ടൈപ്പ് ചെയ്യുക. കോളൻ ലാസ്റ്റ് സെല്ല് I7 ആണ്, I7 ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. അതും ഇതുപോലെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും 4ഉം ഒരേ ആൻസർ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. 4 വ്യത്യസ്ത രീതിയിൽ സം ഫോർമുല ഉപയോഗിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.